ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സിപിഎമ്മിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് തയ്യാറെടുപ്പുകളിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യും. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഹരി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും ഏതൊക്കെ തരത്തിലാണ്? പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട സൂചനകൾ നമ്മുടെ മുന്നിലുണ്ടോ? ഇന്നിപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ, സംസ്ഥാന സമിതിയും ചേരുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം മാത്രമാണോ അജണ്ട? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെയുള്ള സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇന്നത്തെ സിപിഎം നേതൃയോഗത്തിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവതരിപ്പിക്കുക. അത് തന്നെയായിരിക്കും രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സംസ്ഥാന സമിതിയും ചർച്ച ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ഈ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ചർച്ച ചെയ്ത് ഏറെക്കുറെ ഭൂരിപക്ഷത്തോളം ജില്ലകളിലും പാർലമെന്റ് ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും ലോക്സഭാ സീറ്റുകളിൽ ഒരു പേരിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ചില മണ്ഡലങ്ങളിൽ, അപൂർവം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ ഒന്നിലധികം പേരുകളിലേക്ക് ചർച്ച പോവുകയും അത്തരത്തിലുള്ള ഒരു സാധ്യത ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ തുറന്നു വെക്കപ്പെടുകയും ചെയ്തത്. ചില മണ്ഡലങ്ങളിൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൊല്ലം മണ്ഡലം പോലുള്ള, കൊല്ലത്തെ എം മുകേഷിന്റെ പേരിനാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രാധാന്യം കൽപ്പിക്കുന്നതെങ്കിലും ഐഷ പോറ്റിയുടെ കൂടി പേര് പരിഗണിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വം എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കിക്കാണേണ്ടത് ഒരു കാര്യം. ആ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനം ഇന്നുണ്ടായേക്കും. പിന്നീട് ഉള്ള മണ്ഡലം എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് KV ബാലകൃഷ്ണന്റെ പേരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചെങ്കിലും പല കോണുകളിൽ നിന്നായി TV രാജേഷിനെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഇത് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇക്കാര്യം ഇവർ പരിഗണിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് കാണേണ്ടത്. പിന്നെ ഒന്ന് പൊന്നാനിയാണ്. പൊന്നാനിയിൽ KT ജലീൽ മത്സരിക്കണം എന്നുള്ളതാണ് ആവശ്യം, CPM-ന്റെ തന്നെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ മറ്റു ചില പേരുകൾ കൂടി പരിഗണനയിലുണ്ട്. അത് വസീഫാണ്, അതായത് നിലവിലെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച VP സാനു, ഇത്തരത്തിലുള്ള ആളുകളുടെ പേരൊക്കെയാണ് ചർച്ചകളിലുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഏറെക്കുറെ ഒരേ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കുക, ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് മത്സരിക്കുക എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 15 സീറ്റുകളിൽ CPM മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അത് പൂർത്തിയാകാനുള്ള ഇനിയിപ്പോൾ നടപടിക്രമങ്ങളാണ് മുന്നിലുള്ളത്. അതായത് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ആ പേരുകൾ പാർലമെന്റ് സമിതികൾക്ക് മുന്നിലായിട്ട് വയ്ക്കും. അവരുടെ അനുമതിയോടുകൂടി പിന്നീട് PB ഈ പേരുകൾ നോക്കും. ആ PB അനുമതി നൽകുന്നതോടുകൂടി 27-ാം തീയതിയാണ് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നതിലേക്ക് വരിക. ഇനിയും ഒരു 5-6 ദിവസത്തോളം ഉണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. അപ്പോഴേക്ക് ആയിരിക്കും ഏകദേശം ഒരു രൂപം തർക്കമുള്ള മണ്ഡലങ്ങളിൽ, അതായത് ഈ പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ സമയത്തേക്കായിരിക്കും ഏറെക്കുറെ ഈ മണ്ഡലത്തിലേക്ക് തീരുമാനമാവുക. എങ്കിലും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ KK ശൈലജ മത്സരിക്കുന്നത് പോലുള്ള, വടകര പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. സംസ്ഥാന നേതൃത്വം ഇതിനോട് അനുകൂലമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു കാണേണ്ടുന്ന ഒരു കാര്യം. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് മത്സരിക്കുന്നു. എറണാകുളത്ത് മാത്രമാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നത്. കാരണം എറണാകുളത്ത് ഒരു പറ്റിയ സ്ഥാനാർത്ഥിയെ CPM-ന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുക എന്നുള്ളതാണ് നിലവിൽ CPM ആലോചിക്കുന്നത്. അതിനകത്ത് ആ പേരുകളിൽ പറയുന്ന പേരുകളിൽ KV തോമസിന്റെ മകൾ രേഖ തോമസിന്റെ പേര് പോലും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും എറണാകുളത്തെ സീറ്റിന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം കൂടി വരേണ്ടതുണ്ട്. ബാക്കി സീറ്റുകളിലൊക്കെ തന്നെ എറണാകുളം മാത്രമായിരിക്കും പൊതുസ്വതന്ത്രൻ എന്നുള്ള നിലയിലേക്ക് പോവുക. ബാക്കിയുള്ളതെല്ലാം CPM സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും അവതരിപ്പിക്കപ്പെടുക. മാത്രമല്ല പാർട്ടിയിലെ കരുത്തരായ നേതാക്കൾ കൂടിയായിരിക്കും ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ, ബാക്കി 14 മണ്ഡലങ്ങളിലും അവതരിപ്പിക്കപ്പെടുക, മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് ഏറെക്കുറെ തീരുമാനമാകുന്നു. രാവിലെ എല്ലാ തവണയും അതിനുശേഷം സംസ്ഥാന സമിതി നടക്കും. എല്ലാ തവണയും സർപ്രൈസ് കാൻഡിഡേറ്റുകളെ നിർത്തുന്ന ഒരു ശീലം CPM-നുണ്ട്. അതിപ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇക്കുറി എറണാകുളത്ത് മാത്രം ഒരു പൊതുസ്വതന്ത്രൻ ഉണ്ടാകും എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുവെന്ന് ഹരി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക്
സർപ്രൈസ് കാൻഡിഡേറ്റുകൾ ആരെങ്കിലും, അതിപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകില്ല എങ്കിൽ കൂടിയും CPM-ന്റെ നേതൃത്വത്തിന് അങ്ങനെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇത്തരം കാൻഡിഡേറ്റുകളെ നിർത്താനുള്ള നീക്കങ്ങളോ ചർച്ചകളോ നടന്നിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നമ്മൾ ഈ പറഞ്ഞ മണ്ഡലത്തിന്റെ കൂട്ടത്തിലൊന്ന് വിട്ടുപോയിരുന്നു. ചാലക്കുടി മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ പേരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ ചില അതായത് സമൂഹത്തിൽ കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ചില ആളുകളുമായി CPM സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പേരുകൾ തൽക്കാലം പറയുന്നില്ല, അത് ഔദ്യോഗികമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചർച്ചകൾ. പക്ഷേ അത്തരം ചില ആളുകളുമായി ചർച്ച CPM ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എറണാകുളത്തിന്റെ കാര്യത്തിൽ ഒരു പൊതുസ്വതന്ത്രൻ എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ആ ചർച്ച പോകുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും CPM സംസ്ഥാന നേതൃത്വം അങ്ങനെ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുള്ള പേരുകൾ, നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ മാറിമറിയാൻ എന്തായാലും മാറിമറിയൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകളാണ് ഇന്നിപ്പോൾ പരിശോധിക്കേണ്ടത്. എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ ഇപ്പോൾ നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന പേരുകൾക്കപ്പുറമായി സംസ്ഥാന നേതൃത്വത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി ഹരി, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം, അന്തിമ പട്ടിക ഇന്നുണ്ടായേക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് ചേരുന്നു. പ്രധാന അജണ്ട സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്.